കഷ്ടപ്പെട്ടുണ്ടാക്കിയത് താഴെ വീണ പോയതിൻ്റെ രോദന കേട്ടോ നിങ്ങൾ കേട്ടത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ നമ്മുടെ ബബിൾ ടീ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഗ്ലാസ്സാണ്. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് കളയാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് മനസ്സിലുണ്ടായിരുന്നത്. 3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൽ ഹോളൊക്കെ ഇട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മെഷ്, ഇതൊരു പഴയ മെഷാണ്, അതിൻ്റെ ഒരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്ലാസ്സസ് ഇങ്ങനെ നമ്മുടെ കേബിൾ ടൈ വെച്ചൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. 3 ഗ്ലാസും അതിനകത്തേക്ക് കെട്ടി 3 പൊസിഷനിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് പൊട്ടി മിക്സ് ഫില്ല് ചെയ്ത് പ്ലാന്റ് നടാനാണ് ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 3 പൊസിഷനിലായിട്ട് ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിനി അതിനകത്തേക്ക് പെയിൻ്റ് അടിക്കാനുള്ള കലാപരിപാടിയാണ്. അപ്പോൾ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് കളറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാനിന്ന് അതിലേക്ക് എൻജോയ് പോത്തോസാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ കട്ടിങ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതവിടെ വെച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി കേട്ടോ. പെയിൻ്റ് അടിച്ചത് ക്യുക്കായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തു. കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് മണ്ണും കൂടെ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ പ്ലാന്റൊക്കെ ഒന്ന് നട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസായിട്ട് ഞാൻ എടുത്ത്. അപ്പോൾ അതൊന്ന് നട്ട് കൊടുത്തൊക്കെ സെറ്റാക്കി എടുത്ത് ഫൈനൽ ലുക്കൊക്കെ കണ്ട് അത്യാവശ്യം കൊള്ളാം എന്നൊക്കെ തോന്നി നമ്മളത് ചുമരിനകത്ത് തൂക്കിയിട്ടു. പക്ഷെ അതവിടെ നിന്നില്ല, അത് ഇളകിപ്പോന്നു. പിന്നെ രണ്ടാമത് വീണ്ടും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത് നിൽക്കുന്നുണ്ട്, അതിന് ബലമുണ്ട് കേട്ടോ.